കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തൊട്ടനുഗ്രഹിക്കുന്നതിന് വേണ്ടി ശിശുക്കളെ അവൻ്റെ അടുക്കൽ അവർ കൊണ്ടുവന്നു. ശിഷ്യന്മാരാകട്ടെ അവരെ ശകാരിച്ചു. ഇത് കണ്ടപ്പോൾ യേശു കോപിച്ച് അവരോട് പറഞ്ഞു, ശിശുക്കൾ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. എന്തെന്നാൽ ദൈവരാജ്യം അവരെപ്പോലെയുള്ളവരുടേതാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല. അവൻ ശിശുക്കളെ എടുത്ത് അവരുടെ മേൽ കൈകൾ വെച്ച് അനുഗ്രഹിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോ മിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മൾ വായിച്ചു കേട്ട രണ്ട് വചനഭാഗങ്ങളും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് വലിയ തിരിച്ചറിവുകൾ തരികയാണ്. നമ്മൾ വായിച്ചു കേട്ട ഒന്നാമത്തെ വായന വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ ലേഖനം. അതിൽ കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്കുന്നത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എപ്രകാരമായിരിക്കണമെന്നും നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് ആവശ്യമായ നമ്മുടെ മനോഭാവം എന്താണ് എന്നുള്ള കാര്യം കൂടെയാണ് കൃത്യമായിട്ടും യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ നമ്മൾ കാണുക. ഈ ഒരു ലേഖന ഭാഗത്ത് രോഗിയായിട്ടുണ്ടെങ്കിൽ നീ ശക്തമായിട്ട് പ്രാർത്ഥിക്കാനായിട്ടുള്ളൊരു ആഹ്വാനം യാക്കോബ് ശ്ലീഹ നൽകുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ രോഗിക്ക് സൗഖ്യം ലഭിക്കും. അതോടൊപ്പം തന്നെ അവൻ്റെ രോഗാവസ്ഥയിൽ നിന്ന് അവന് ഉയർത്തെഴുന്നേൽക്കുവാനായിട്ട് സാധിക്കും. ഇത് അവരോട് ആദിമസഭയിൽ ഈ ഒരു സന്ദേശം കൃത്യമായിട്ട് കൊടുക്കുമ്പോൾ ഒത്തിരിയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളുമൊക്കെ അവർ അനുഭവിച്ചറിഞ്ഞു. അവരുടെ രോഗസൗഖ്യവുമൊക്കെ അനുഭവിച്ചറിഞ്ഞത് ഈ ഒരു വലിയ വിശ്വാസത്തോടെ അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ്. മരുന്ന് മേടിച്ചില്ല എന്നല്ല, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയും ദൈവത്തോട് ചേർന്ന് കർത്താവേ, നീ തരുന്ന കാര്യങ്ങളെല്ലാം ഏറ്റെടുക്കുവാനായിട്ടുള്ള ശക്തി തരണമേ, എൻ്റെ ജീവിതത്തിൻ്റെ ക്ലേശങ്ങളെല്ലാം സഹിക്കുവാനായിട്ടുള്ള കൃപ തരണമേ എന്ന് അവർ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അത്ഭുതകരമായ സൗഖ്യം അവരുടെ ജീവിതത്തിലേക്ക് ലഭിച്ചു. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മനോഭാവം എന്ന് പറയുന്നത്, എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ ദൈവം തരുന്നതെന്തും അത് എൻ്റെ നല്ലതിനാണ് എന്നുള്ള ഒരു വലിയ ബോധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും ഭാരപ്പെടുത്തുന്ന അവസ്ഥകളെയും വളരെ നിസ്സാരമായി കാണുവാനും അതിനെയൊക്കെ അതിജീവിക്കുവാനായിട്ടുള്ള വലിയ ശക്തി ലഭിക്കുകയും ചെയ്യും. നമ്മൾ ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഒരു ശക്തി എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ദൈവം തരുന്ന ഒരു മോട്ടിവേഷനും ഇത് തന്നെയാണ്. അതായത് എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് തരുന്നത് എന്തും എൻ്റെ നല്ലതിന് വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ജീവിതത്തിലേക്ക് ഒരു അസുഖമോ അല്ലെങ്കിൽ ഒരു രോഗമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസ്വസ്ഥതകളോ കടന്നു വരുമ്പോൾ അതിൽ നമ്മൾ തകർന്നു പോകുന്നവരല്ല. പലപ്പോഴും നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തെ പരിശോധിച്ച് കഴിഞ്ഞാൽ കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. കിട്ടിയാൽ ദൈവത്തെ നന്ദി പറയും, അല്ലെങ്കിൽ ദൈവത്തിനെ മാറി നിർത്തി പരാതി പറയും. ആ ഒരു മനോഭാവം മാറ്റിവെച്ച് എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം തരുന്നത് എന്തും അതിനെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്നുള്ളൊരു മനോഭാവം നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും. ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ശക്തമായി ഇടപെടുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ ഒരു വലിയ മനോഭാവത്തോടെ ദൈവത്തെ സമീപിക്കണമെന്നുള്ള കാര്യമാണ് കൃത്യമായിട്ട് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുക. വീണ്ടും നമ്മൾ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ശിഷ്യന്മാർ ഈശോയുടെ അടുക്കലേക്ക് വരുന്ന കുഞ്ഞുങ്ങളെ തടയുന്നുണ്ട്. കാരണം ഈശോ വലിയ കാര്യങ്ങളാണ് തൻ്റെ ശിഷ്യന്മാരെയും തന്നെ ശ്രമിക്കുന്നവരെയൊക്കെ പഠിപ്പിക്കുക. വിവാഹ ജീവിതത്തെക്കുറിച്ചും വിവാഹമോചനത്തെക്കുറിച്ചുമൊക്കെ ശക്തമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുവാനായിട്ട് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നപ്പോൾ അവരെല്ലാം ഓടിക്കാനായിട്ട് പരിശ്രമിക്കുക. പക്ഷേ ഈശോ പറയുന്നു, അവരെ എൻ്റെ അടുക്കൽ വരട്ടെ. നമ്മളൊക്കെ എപ്പോഴും പറയാറുള്ള കാര്യമാണ് ഫീൽ അറ്റ് ഹോം. നമ്മുടെ വീടുകളിലേക്കോ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ നമ്മുടെ കൂട്ടത്തിലേക്കൊക്കെ ആളുകൾ കടന്നു വരുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആകാനായിട്ട് നമ്മൾക്ക് ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഫീൽ അറ്റ് ഹോം. ഈശോയുടെ അടുക്കലേക്ക് വരുന്ന ഏതൊരു വ്യക്തിക്കും ലഭിച്ചിരുന്ന ഒരു വലിയ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഏറ്റവും അധികം ഒരു ഹോംലി അറ്റ്മോസ്ഫിയറിൽ ആയിരിക്കുവാനായിട്ട് സാധിക്കും. ഒരു ഫീൽ അറ്റ് ഹോം എക്സ്പീരിയൻസ് ലഭിച്ചിട്ടുണ്ട്.
പാപികളായിക്കോട്ടെ, ബലഹീനരായിക്കോട്ടെ, സമൂഹത്തിൽ എല്ലാവരാലും നിന്ദിക്കപ്പെട്ടവരായിക്കോട്ടെ, കഠിനപാപി, അതായത് ടാക്സ് കളക്ടേഴ്സ്, അതായത് ചുങ്കം പിരിക്കുന്നവർ, അവരൊക്കെ സമൂഹത്തിൽ വലിയ രാജദ്രോഹ കുറ്റം ചുമത്തി സമൂഹം അവരെ മാറ്റി നിർത്തിയിരുന്നവരാണ്. അവരെയും വേശ്യകളായിട്ടുണ്ടായിരുന്നവരും അതുപോലെ തന്നെ എല്ലാ രീതിയിലും സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടിരുന്നവരെ എല്ലാം ഈശോ ചേർത്ത് പിടിച്ചു. അതിൻ്റെ പരിണത ഫലമായി അവർക്കൊക്കെ ഏറ്റവും വലിയ ആശ്വാസമായിരുന്നു ഈശോയുടെ സന്നിധിയിൽ. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നത് കുഞ്ഞുമക്കളും ഈശോയുടെ അടുക്കലേക്ക് വരുന്നു. എന്തുമാത്രം സന്തോഷമാണ്, എന്തുമാത്രം ആശ്വാസമാണ്. അവരെ അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു. കുറേ ആഴ്ചകൾക്ക് മുമ്പ് കുട്ടികൾക്ക് വേണ്ടിയുള്ള ധ്യാനം ഉണ്ടായിരുന്നു. വന്നു കഴിഞ്ഞപ്പോൾ ഒത്തിരി കുട്ടികളുടെ ധ്യാനത്തിന് വന്നു കഴിഞ്ഞപ്പോൾ അവർക്കൊക്കെ ആദ്യം വലിയ അസ്വസ്ഥതയൊക്കെ ആയിരുന്നു. വീട്ടിൽ നിന്നൊക്കെ മാറി നിന്നു, വീട്ടിലെ സിറ്റുവേഷനിൽ നിന്നൊക്കെ മാറി, ആരും നോക്കാനില്ല, ഭക്ഷണം തന്നെയൊക്കെ കഴിക്കേണ്ടി വരും. ഇതൊക്കെ അവരുടെ വലിയ ആകുലതകളായിരുന്നു. അപ്പോൾ ഇതുവരെ അവർ പ്രാക്ടീസ് ചെയ്തിട്ടില്ലാതെ ടൈം ടേബിളിനകത്തോടുമൊക്കെ അവർ കടന്നു പോകേണ്ടതായിട്ട് വന്നു. പക്ഷേ ഈശോയുടെ കൂടെ ആയിരുന്ന്, ഈശോയുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ഈശോയുടെ ആ ഒരു സാന്നിധ്യം അനുഭവിച്ച് കഴിഞ്ഞപ്പോൾ അവർ ഏറ്റവും ഒടുവിൽ അവർ പാടി പ്രാർത്ഥിച്ച കാര്യം, കർത്താവേ, നിന്നെ പിരിയാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. അവരെല്ലാവരും ഒരേ മനസ്സോടെ പ്രാർത്ഥിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഈശോയുടെ സന്നിധിയിലായിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഒരു ഫീൽ അറ്റ് ഹോം എക്സ്പീരിയൻസാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ഒരു പരിശുദ്ധ കുർബാന മധ്യേ നമ്മൾ ഈ 2 വചനഭാഗങ്ങളും നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആവശ്യമായ ചില മാറ്റങ്ങൾ, പരിവർത്തനങ്ങൾ വരുത്തുവാനായിട്ട് നമ്മൾ തയ്യാറാകുന്നുണ്ടെങ്കിൽ ഒത്തിരി വ്യത്യാസം, അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിന് തന്നെ ഒരു വലിയ ഉയർച്ച ഉണ്ടാകും. പ്രത്യേകമായിട്ട് ഈ ഒരു ഈശോയുടെ ഒരു മനോഭാവം, ഒരു വലിയ ഹൃദയ വിശാലതയോടുകൂടെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെയും ആളുകളെയും ഒക്കെ നമ്മുടെ ജീവിതത്തിലൊക്കെ ചേർത്ത് നിർത്തുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്, നമുക്ക് വിനയമെന്ന ഒരു വലിയ പുണ്യം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഏറ്റവും എളിമയോടെ എല്ലാവരെയും അംഗീകരിക്കുവാനായിട്ടുള്ള ഒരു വലിയ ഹൃദയവിശാലത നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ശക്തി. എല്ലാ വിശുദ്ധരുടെയും ഒക്കെ ജീവിതം പരിശോധിച്ച് കഴിഞ്ഞാൽ അവരുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ട് അവരെ കണക്കാക്കിയിരുന്ന ഒരു പ്രധാനപ്പെട്ട പുണ്യമെന്ന് പറയുന്നത് ഈ എളിമയെന്ന ഈ പുണ്യമാണ്. വിശുദ്ധ ഫ്രാൻസിസ് സാലസ്, MSF സഭയുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പറയുന്ന കാര്യം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ, വളരെ രോഗിയായിട്ടിരുന്ന അവസരങ്ങളിൽ അദ്ദേഹം സ്ഥാപിച്ച കോൺഗ്രിഗേഷനിൽ വിസിറ്റേഴ്സ് സിസ്റ്റേഴ്സ് പിതാവിൻ്റെ അടുത്ത് എന്നിട്ട് പിതാവിനോട് പറയുന്ന കാര്യമാണ്, ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്ന എന്തെങ്കിലും ഒരു സന്ദേശം ഞങ്ങൾക്ക് വേണ്ടി തരിക. പിതാവേ, അങ്ങ് മരണാസന്നനായി കിടക്കുകയാണല്ലോ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറന്നു പോകാൻ പാടില്ലാത്ത പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കണമേ. അപ്പോൾ ഫ്രാൻസിസ് സാലസ് പിതാവിന് ഒത്തിരി സംസാരിക്കാമെന്ന് ബുദ്ധിമുട്ടായത് കാരണം അദ്ദേഹം ഒരു എഴുത്തുപലക മേടിച്ചിട്ട് ആ എഴുത്തുപലകയിൽ 3 കാര്യങ്ങൾ എഴുതി വെച്ചു. 3 കാര്യങ്ങൾ എഴുതി വെച്ചു. ഒന്നാമത്തെ കാര്യമാണ് ഹ്യൂമിലിറ്റി, അതായത് എളിമ. രണ്ടാമത്തേതും എളിമ, മൂന്നാമത്തേതും എളിമ. ഈ 3 കാര്യങ്ങളും ഒരു പേപ്പറിൽ എഴുതി തൻ്റെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിന് നൽകുകയാണ്. കാരണം അത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വലിയ ഗുണമാണ് ഈ ഒരു വിനയം, അല്ലെങ്കിൽ എളിമ എന്ന ഈ ഒരു പുണ്യം. എല്ലാ വിശുദ്ധരുടെയും ജീവിതം പരിശോധിച്ച് കഴിഞ്ഞാൽ എന്തുമാത്രം എളിമയാണ്. അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ പുണ്യങ്ങളുടെയും അടിസ്ഥാനമായി അവർ കാത്തു സൂക്ഷിച്ചത് ഇതുതന്നെയാണ്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്കും ഈ ഒരു വലിയ പുണ്യം അത് നമ്മൾ കൊണ്ടുവരാനും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ മാറ്റുവാനും നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ ആ ഒരു സന്തോഷം, അതൊരു ദൈവം തരുന്ന വലിയ നിലനിൽക്കുന്നൊരു സന്തോഷമായിട്ട് മാറും. നമ്മുടെ ബന്ധങ്ങൾ എന്തുമാത്രം ഊഷ്മളമാക്കുവാനായിട്ട് നമുക്കത് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പരിശുദ്ധ കുർബാനയിൽ നമുക്കും പ്രാർത്ഥിക്കാം, ഈശോയിലുണ്ടായിരുന്ന അതേ ഹൃദയവിശാലത നമ്മുടെ ജീവിതത്തിൽ നിറയുവാനും യാക്കോബ് ശ്ലീഹ ആദിമസഭയിലെ ക്രിസ്ത്യാനികളെ ഉദ്ബോധിപ്പിച്ചതുപോലെ ശക്തമായ പ്രാർത്ഥന, യഥാർത്ഥ നല്ല മനോഭാവത്തോടെ ദൈവത്തോട് ചേർന്നുള്ള നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തെ ശക്തമാക്കട്ടെ. ദൈവാനുഗ്രഹത്താൽ നിറയുന്നതായി മാറുവാനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. പരിശുദ്ധ കുർബാനയിൽ നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലും ഈ പുണ്യങ്ങൾ നിറഞ്ഞ് ദൈവത്തിൻ്റെ ആഗ്രഹപ്രകാരം ജീവിക്കുന്നവരായി മാറുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി ദൈവം നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.